വള്ളവും വെള്ളവും, നെല്ലും മീനും, കണ്ണെത്താ ദൂരത്തെ പാടങ്ങളും, അതിനപ്പുറം എല്ലാം നോക്കിക്കാക്കുന്ന കർഷക മഹിമയും നിറവണിയിക്കുന്ന മലയാളക്കരയുടെ ഒരേ ഒരു ഭൂമിക, അതാണ് നമ്മുടെ സ്വന്തം കുട്ടനാട്. സമുദ്രനിരപ്പിനേക്കാൾ താഴ്ന്ന് പ്രാദേശിക വിസ്മയമേകുന്ന കുട്ടനാട് അതിന്റെ പ്രാചീനവും ഫലഭൂയിഷ്ടവുമാർന്ന പാരിസ്ഥിതിക തലം കൊണ്ടും പ്രകൃതി വിശേഷങ്ങൾ കൊണ്ടും വേറിട്ട് നിൽക്കുന്നു. വയൽ നികത്തൽ മൂലം ഇന്ന് കുട്ടനാട്ടിലെ പാടശേഖരങ്ങൾക്ക് വിസ്തൃതി കുറഞ്ഞിട്ടുണ്ടെങ്കിലും നാടിന്റെ നെല്ലറ എന്ന പദവി ഇന്നും ഈ കാർഷിക ഭൂമി നെഞ്ചേറ്റുന്നു. കുട്ടനാടൻ മണ്ണിന്റെ മനസ്സറിയാൻ മടിക്കുന്ന വികലമായ വീക്ഷണഗതിയിൽ വെള്ളപ്പൊക്കം ദുരന്തം വിതയ്ക്കുന്നുണ്ടെങ്കിലും കറുത്ത ചെളിമണ്ണും പച്ചില കൊമ്പുകളുമിട്ട് തടുത്തുയർത്തുന്ന കെട്ടുവരമ്പുകളും ഇടവരമ്പുകളും കൂടാതെ ചക്രവും പെട്ടിയും പറയുമൊക്കെ ഉപയോഗിച്ച് പാരമ്പര്യത്തിന്റെ വഴികളിൽ നിന്നുകൊണ്ട് കുട്ടനാടൻ കർഷകർ ഇതിനെ പ്രതിരോധിക്കുന്ന കാഴ്ചയും അത്ഭുതം പകരും. നെല്ലിനെയും മീനിനെയും ജീവിതത്തിന്റെ ഭാഗമായി സ്വീകരിച്ച കുട്ടനാട്ടുകാർ പിന്നെ വളരെയേറെ സ്നേഹിച്ചത് താറാവുകളെയായിരുന്നു. നെല്ലും മീനും കഴിഞ്ഞാൽ കുട്ടനാട്ടുകാർക്ക് പ്രിയമായത് താറാവുകളായിരുന്നു. വർണ്ണച്ചിറകുകൾ കുടഞ്ഞു വീശി വെള്ളപ്പാത്തികളിലൂടെ തുഴഞ്ഞു നീങ്ങുന്ന ചാരയും ചെമ്പല്ലി എന്നുമൊക്കെ നാട്ടുവിളിപ്പേരുള്ള കുട്ടനാടൻ താറാവുകൾ. കുട്ടനാടൻ മണ്ണിലേക്കുള്ള താറാവുകളുടെ വരവിന് നൂറ്റാണ്ടുകൾക്കപ്പുറത്തെ ചരിത്രമുണ്ട്. കുട്ടനാട്ടിലെ കൊയ്ത്തുകാലത്ത് കൊയ്തു മെതിച്ച് പദം അളന്നുകൊണ്ടു പോകാൻ വന്ന കർഷക തൊഴിലാളികളിലൂടെയും നെല്ല് വാങ്ങാൻ വന്ന കച്ചവടക്കാരിലൂടെയും താറാവുകൾ കുട്ടനാടൻ പാടശേഖരങ്ങളിലേക്ക് എത്തുകയായിരുന്നു. അക്കാലം മുതൽ കൊയ്തൊഴിഞ്ഞ പാടങ്ങളിലെ ചേറിൽ കൊക്കുകൾ താഴ്ത്തി ചെറുമത്സ്യങ്ങളെയും മറ്റും ആഹരിച്ച് ആരവം മുഴക്കി നീങ്ങുന്ന താറാവിൻ കൂട്ടങ്ങൾ കുട്ടനാട്ടിലെ നിത്യദൃശ്യമായി മാറി. അതോടെ കുട്ടനാടൻ കർഷകർക്ക് നെൽകൃഷിക്കും മീൻ വളർത്തലിനുമൊപ്പം താറാവ് കൃഷിയും ഒരു മികച്ച വരുമാനമേകുന്ന കാർഷിക തലം കൂടിയായി മാറുകയായിരുന്നു. മുട്ടയുടെയും ഇറച്ചിയുടെയും കാര്യത്തിൽ രുചിയും ഗുണവും ഏറെയുള്ള കുട്ടനാടൻ താറാവുകളെ വളർത്തുന്ന കർഷകരുടെ എണ്ണവും കുട്ടനാട്ടിൽ വർദ്ധിച്ചു തന്നെ വരുന്നു. താറാവ് കൃഷി മേഖലയിലെ പൈതൃക വഴിയിലൂടെ കഴിഞ്ഞ 8 വർഷങ്ങളായി ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു യുവ കർഷകനെ നമുക്ക് പരിചയപ്പെടാം. കുട്ടനാട്ടിലെ മങ്കൊമ്പ് തെക്കേക്കര തുണ്ടിയിൽ വീട്ടിലെ ജോജോ എന്ന 32കാരൻ. നെൽകൃഷിക്കൊപ്പം താറാവ് വളർത്തലും സ്വീകരിച്ച് മികച്ച ആദായം കൈയാളിയ പാരമ്പര്യ വഴിയിലൂടെയാണ് ജോജോ എന്ന യുവ താറാവ് കർഷകനും ഈ രംഗത്തേക്കെത്തിയത്. പ്രതിവർഷം 10,000-ഓളം താറാവുകളെ പരിപാലിച്ചു വളർത്തുന്ന ജോജോ മുട്ടയുടെയും മാംസത്തിന്റെയും വിൽപ്പനയിലൂടെ ആണ്ടോടാണ്ട് സമാഹരിക്കുന്നത് ലക്ഷങ്ങൾ തന്നെയാണ്. കാർഷിക വിളകളുടെ ഉൽപാദന മേഖലയും മൃഗസംരക്ഷണ മേഖലയും ഏറെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിലും താറാവ് കൃഷി മികച്ച ആദായം തന്നെ ഏകുന്നു എന്ന് വെളിപ്പെടുത്തുന്നതാണ് ഈ കുട്ടനാട്ടുകാരന്റെ കാർഷിക ജീവിതം. എനിക്ക് കൃഷിയോടാണ് കൂടുതൽ താല്പര്യം. ആ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യണം എന്ന് തന്നെ നിൽക്കുമ്പോൾ ഞങ്ങൾ പരമ്പരാഗതമായി ചെയ്തു വരുന്ന തൊഴിലാണ് താറാവ് കൃഷി. അപ്പം കൂടുതൽ അറിയാവുന്ന ഒരു തൊഴിലും ആയതുകൊണ്ട് തന്നെ ഈ മേഖല തിരഞ്ഞെടുത്തത്. ഒരു സീസണിൽ ജോജോ വിരിയിച്ചെടുക്കുന്ന താറാവീൻ കുഞ്ഞുങ്ങളുടെ എണ്ണം 12,000-ലേറെ വരും. മുട്ട വിരിയിക്കലിനായി സ്വകാര്യ ഹാച്ചറികളെയാണ് സമീപിക്കുക. ഞങ്ങൾക്ക് സ്വന്തമായി ഹാച്ചറിയില്ല. ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ തന്നെ താറാവിൻ്റെ മുട്ടയെടുത്ത് പ്രൈവറ്റ് ഹാച്ചറി, ചെന്നിത്തലയിലുള്ള പ്രൈവറ്റ് ഹാച്ചറിയിലാണ് വിരിക്കാൻ കൊടുക്കുന്നത്. ഒരു കുഞ്ഞിന് വിരിയുന്ന ഒരു കുഞ്ഞിന് 5 രൂപ പ്രകാരമാണ് അവിടെ റേറ്റ് കൊടുത്ത് ഞങ്ങൾ വിരിക്കുന്നത്. ഒരേ സമയം 80,000-ലേറെ മുട്ടകൾ വിരിയിക്കാൻ കഴിയുന്ന നിരവധി ഹാച്ചറികൾ ഇന്ന് കുട്ടനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നു. ഹാച്ചറി ഉടമകൾ മികച്ച താറാവ് കർഷകരും കൂടിയാണ്. 20,000-ലേറെ മുട്ടകൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ചേംബർ യൂണിറ്റുകളാണ് ഓരോ ഹാച്ചറികളിലും ഉള്ളത്. 180 മുട്ടകൾ വീതം വയ്ക്കാവുന്ന ട്രേകൾ ചേംബറുകളിലെ സെറ്ററുകളിൽ അടുക്കുന്നു. നിശ്ചിത അളവിലുള്ള ചൂടേകി സെറ്ററുകൾ പ്രവർത്തിക്കവേ 6-ാം ദിനം ഉപയോഗശൂന്യമായ മുട്ടകളെ കണ്ടെത്തി പുറത്തുകളയും.
ആച്ചറിയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരേ ട്രിപ്പിൽ 80,000 മുട്ട വെക്കാനുള്ള ആച്ചറിയുണ്ട്. അതിലൊരു പ്രാവശ്യം 20,000 മുട്ട ഒരേ ടൈമിൽ വെക്കാം. 2 ആച്ചറുണ്ട്. ആദ്യമേ നമ്മൾ സെറ്ററിലെ മുട്ട വെച്ച് കഴിഞ്ഞിട്ട് ഒരു 6 ദിവസം കഴിഞ്ഞ് അത് പൂവനില്ലാത്ത മുട്ട തിരിഞ്ഞ് വേസ്റ്റായി വെളിയിൽ കളയുന്നു. 24 ദിവസം വരെ സെറ്ററിൽ മെഷീനിലും 24 ദിവസം കഴിഞ്ഞ് 4 ദിവസത്തേക്ക് ആച്ചറിലേക്ക് മാറ്റുന്നു. അത് കഴിഞ്ഞിട്ട് 28ാമത്തെ ദിവസം ആകുമ്പം കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നു ഒരേ സമയം. പിന്നെ ഞങ്ങൾക്ക് സമയമുള്ളപ്പം ഞങ്ങളുടെ സ്വന്തം മുട്ടയും വെക്കും. മുട്ട സ്വന്തമായിട്ട് വെച്ച് വിരിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞിന് 19 രൂപ. അല്ലാതെ പുറത്തെ പാർട്ടികളിൽ നിന്ന് പലരുടെയിൽ നിന്ന് മുട്ട മേടിച്ച് വെക്കുകയാണെങ്കിൽ അവർ മുട്ട കൊണ്ട് തന്ന് വിരിക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞിന് 5 രൂപ റേറ്റിൽ കൊടുക്കുന്നു. ഞാനൊരു 18 വർഷമായിട്ട് ഈ താറാവ് ഫീൽഡിലുള്ളതാണ്. ഞങ്ങളുടെ സ്ഥിരമായിട്ട് താറാവ് കുഞ്ഞിനെ വളർത്തുകയും മെഷീനിൽ നിന്ന് ആ താറാവിൻ്റെ മുട്ട തന്നെ വെച്ച് നാട്ടുകാർക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരു പരിപാടികളാണ്. പിന്നെ നമുക്കിപ്പോൾ ഒരു 10-15 വർഷമായിട്ട് താറാവിന് നല്ല സാധ്യതകളുണ്ട്. മുട്ടത്താറാവിനും ഇറച്ചിക്കും മുട്ടത്താറാവിനും വേണ്ടി ആളുകൾ ധാരാളം വരുന്നുണ്ട്. മുട്ടത്താറാവിൻ്റെ നാടൻ മുട്ട ഇവിടെ കിട്ടാനില്ലാതെ വരുന്നുണ്ട്. താറാവിൻ്റെ ഓർഡർ ഗൾഫ് രാജ്യങ്ങളിലേക്കും നമ്മുടെ മലയാളികളും താറാവ് ഇറച്ചിയും താറാവ് മുട്ടയും ധാരാളമായി കഴിക്കുന്നുണ്ട്. മുട്ട വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളെ 5 ദിവസം പ്രത്യേക കൂട്ടിൽ തന്നെ സംരക്ഷിക്കുന്നു. ഇക്കാലയളവിൽ രോഗപ്രതിരോധ ശേഷിക്കും ശരീരപുഷ്ടിക്കുമായുള്ള ഔഷധ കൂട്ടുചേർന്ന ആഹാരം കുഞ്ഞുങ്ങൾക്ക് നൽകുന്നു. കുരുമുളക്, വയമ്പ്, മഞ്ഞൾ തുടങ്ങിയവ ചേർത്ത് തിളപ്പിച്ചെടുത്ത കഷായം, പൊടിയരി ചോറ് എന്നിവ ആഹാരത്തിൽപ്പെടുന്നു. കാൽഷ്യത്തിന്റെ അംശം ഏറെ ഉള്ളതിനാൽ പൊടിച്ച മുട്ടത്തോടും കുഞ്ഞുങ്ങൾക്ക് ആഹാരമാകുന്നു. താറാം കുഞ്ഞിനെ കൂട്ടിലിട്ടിട്ട് ആദ്യമേ ഫസ്റ്റിലെ വയമ്പും മഞ്ഞളും കുരുമുളകും വെള്ളം തിളപ്പിച്ച് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് പൊടിയരി ചോറും, അത് കഴിഞ്ഞിട്ട് കൂട്ടിലേക്ക് വരികയും ചെയ്യുന്നു. 5 ദിവസങ്ങൾക്ക് ശേഷം കുഞ്ഞുങ്ങളെ വെള്ളത്തിലേക്ക് വിടുന്നു. ആഹാരത്തിലുള്ള ശ്രദ്ധയും രോഗപ്രതിരോധ ശുശ്രൂഷയും താറാവ് പരിചരണത്തിലെ ആദ്യഘട്ടത്തിൽ അതിപ്രധാനമാണ്. വിരിയിച്ചെടുക്കുന്ന കുഞ്ഞിനെ 30 ദിവസം ഞങ്ങൾ ഷെഡ് കൂട്ടിലിട്ട് വളർത്തും. അതിനാദ്യമേ ഞങ്ങൾ കൊടുക്കുന്നതെന്ന് പറയുന്നത്, ആദ്യത്തെ ദിവസം ഇറങ്ങി വന്നു കഴിഞ്ഞാൽ കുഞ്ഞിറങ്ങി നമ്മൾ കൂട്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ കാപ്പിവെള്ളം, മരുന്നിൻ്റെ കാപ്പി കൊടുക്കും. കൂടാതെ ആൻറ്റിബയോട്ടിക് മരുന്നുകൾ കൊടുക്കും. അതിനുശേഷം പിന്നെ ഇപ്പോൾ കൊടുക്കുന്ന വിപണിയിൽ കിട്ടുന്ന സ്റ്റാർട്ടർ, കോഴിത്തീറ്റ സ്റ്റാർട്ടർ, ചോറ് വേവിച്ചതും കൂടെ പുരട്ടി മീൻ പൊടിയും കൂടെ പുരട്ടി മിക്സാക്കി കൊടുക്കും. ഇതിൻ്റെ കൂടെ മരുന്ന് മിശ്രിതങ്ങളും ചേർക്കും. രോഗപ്രതിരോധ ശേഷി മാത്രമല്ല, വിറ്റാമിൻ മരുന്നുകളെ, കാൽസ്യം അങ്ങനെയുള്ള മരുന്നുകൾ, അഗ്രമിൻ ഫോർട്ട് എന്നൊക്കെ പറയുന്ന വളർച്ച ഏറ്റവും കൂടുതൽ ലഭിക്കാൻ പറ്റുന്ന ട്രഫ്രോളി, ബി കോംപ്ലക്സ്, ഇതൊക്കെയാണ് കൊടുക്കുന്നത്. കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിൽ കൂടുതൽ സമയവും കഴിയുന്ന താറാവുകൾ പരിസ്ഥിതി മലിനീകരണത്തിലും മറ്റും സംജാതമാകുന്ന ജലജന്യ രോഗങ്ങൾ കഴിപ്പെടുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. കുട്ടനാടൻ താറാവുകൾക്ക് കൂടുതൽ ഈ ജലാംശത്തിലുള്ള രോഗങ്ങൾ കൂടുതൽ പറ്റുന്ന ഒരു സമയമാണ്. പിന്നെ അതിന് ചെയ്യാവുന്ന കാര്യം എന്നാൽ ഇൻഷുറൻസ് പുനഃസ്ഥാപിക്കുക ഒരു നല്ല സംവിധാനമായിരിക്കും. രണ്ടാമത് മരുന്ന് കൃത്യമായി, ഇതിൻ്റെ വാക്സിനേഷൻ ഉള്ള മരുന്നുകൾ കൃത്യമായി എത്തിക്കുക. ഇതൊക്കെ സർക്കാർ കുറേ കൂടെ ജാഗ്രതയായി ചെയ്താൽ വളരെ പ്രയോജനപ്പെടും. കാര്യം പണ്ടൊക്കെ മനുഷ്യൻ തന്നെ കൊയ്തു മെതിച്ചു വരുമ്പോൾ കൂടുതൽ ഉൽപ്പാദനം താറാവ് മേഖലയിൽ കിട്ടുമായിരുന്നു. ഇന്ന് മെഷീനിൽ കൊയ്യുന്നത് കൊണ്ട് 10,000-5,000 വരുന്ന നിലങ്ങൾ ഒരാഴ്ച 2 ആഴ്ച കൊണ്ട് കൊയ്ത്ത് തീരുകയും അതോടൊപ്പം തന്നെ താറാവിൻ്റെ തീറ്റ അവിടെ വെച്ച് തന്നെ തീരുന്ന ഒരു ചുറ്റുപാടുമാണ്. അപ്പോൾ ഇതിനെ കൂടുതലായിട്ട് ഞങ്ങൾ കയറ്റി പാലക്കാടോ തൃശ്ശൂരോ അല്ലെ കണ്ണൂരോ എവിടെ കൊയ്ത്താണോ അതനുസരിച്ച് പോകേണ്ട വരുന്നു. അങ്ങനെ പോകുമ്പം ഈ എക്സ്പോർട്ടിങ് ചാർജൊക്കെ വളരെ കൂടുതലുണ്ടാകുക. പിന്നെ ഇതിന് രോഗം ഒരു പ്രദേശത്തെ കാലാവസ്ഥ ആയിരിക്കില്ല അടുത്ത പ്രദേശത്ത് ചെല്ലും. ഇതൊക്കെ ഈ തൊഴിലിനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്.
മൃഗസംരക്ഷണ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുള്ള കുത്തിവയ്പ്പുകളും ഇതര മരുന്നുകളും നിശ്ചിത സമയത്ത് നൽകുന്നത് മൂലം രോഗങ്ങളെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കുന്നു. 30-ാം ദിവസം ഇതിന് പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കേണ്ട പ്ലേഗ് വാക്സിനും അത് ആ 30-ാം ദിവസം പ്ലേഗ് വാക്സിൻ എടുത്തതിന് ശേഷം 20-ാം പൊക്കം എടുക്കേണ്ട പാസ്റ്റർലോ വാക്സിനുമാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. ഇത് മാത്രമാണ് ഇപ്പോൾ വെറ്റിനറി ആശുപത്രിയിൽ നിന്നും മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ. ഞങ്ങൾ ബൾക്കായിട്ട് താറാവിനെ വളർത്തുന്നതുകൊണ്ട് തന്നെ അതിനെ മരുന്ന് കൊടുക്കുക എന്ന് പറയുന്നത് ഇച്ചിരി പാടുള്ള പരിപാടിയാണ്. അതുതന്നെയല്ല 30-ാം ദിവസം പാടത്ത് ഷെഡിൽ നിന്നും താറാവിനെ നമ്മൾ പാടത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ മരുന്ന് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാര്യം പാടത്തെ തീറ്റയാണ് തിന്നുന്നത്. നമ്മൾ കൈത്തീറ്റി കൊടുക്കുമ്പോഴാണെങ്കിൽ ആ കൈത്തീറ്റിക്ക് അത് മരുന്ന് പുരട്ടി നമുക്ക് കൊടുക്കാം. ഇത് പാടത്ത് തിന്നുന്ന താറാവിനെ പിന്നെ കൈത്തീറ്റി കൊടുത്താൽ ചടയാൻ അത് തിന്നത്തില്ല. അപ്പം ഒരു രോഗലക്ഷണം കണ്ടു കഴിഞ്ഞാൽ മരുന്ന് കൊടുക്കുക എന്ന് പറയുന്നത് പാടായ കാര്യമാണ്. പിന്നെ നമ്മൾ പിടിച്ച് കൊടുക്കണം. അത് 10,000-10,000 താറാവിനെ പിടിച്ച് 2-3 ദിവസം മരുന്ന് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഞങ്ങൾ ആ ബുദ്ധിമുട്ടുള്ള കാര്യം ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ചെയ്യാം. പാടശേഖരങ്ങളിൽ നിന്നും പാടശേഖരങ്ങളിലേക്ക് നീങ്ങുന്ന താറാവിൻ പറ്റങ്ങളുടെ ആഹാരം കൂടുതലും പാടങ്ങളിൽ നിന്നു തന്നെയാണ്. ഇവിടെ കൃത്യമായ ഒരു ആഹാരം നൽകൽ രീതി കർഷകർക്ക് നടപ്പാക്കാനാകുന്നില്ല. എങ്കിലും ആറ്റോരങ്ങളിലെയും വയൽവരമ്പുകളിലെയും കൂട്ടിൽ ധാന്യങ്ങളും മീൻപൊടിയും വിപണിയിൽ ലഭ്യമായ മറ്റു തീറ്റകളും താറാവുകൾക്ക് നൽകുന്നു. ദിവസം പ്രായമായി കഴിഞ്ഞാൽ കൊയ്ത്തിൽ കയറ്റും. കൊയ്ത്തില്ലാത്ത സമയത്താണെങ്കിൽ ഗോതമ്പോ പനയോ അരഞ്ഞ് ഗോതമ്പും അരിയും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്താണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ പനയൊക്കെ വെട്ടിക്കൊണ്ടുവരിക എന്നുള്ളത് ഇപ്പം ലേബർ ചാർജ് കൂടുതലാണ്, നഷ്ടമായതുകൊണ്ട് ഇപ്പം ഞങ്ങൾ 30 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടത്തിൽ തീറ്റി ഇല്ലെങ്കിൽ കൃഷി കഴിഞ്ഞ പാടങ്ങളില്ല എങ്കിൽ ഞങ്ങൾ ചെയ്യുന്നത് അരി മേടിച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഗോതമ്പ് മേടിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഞങ്ങളുടെ താറാവുകൾ പാടത്തായതുകൊണ്ട് വേണ്ട അസംസ്കൃത വസ്തുക്കൾ ഒരു പകുതി അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. 4.5 മാസം എത്തുന്നതോടെ പെൺതാറാവുകൾ മുട്ടകളിട്ടു തുടങ്ങും. കൂട്ടിൽ നിന്നും പ്രഭാതത്തിലാണ് മുട്ടകൾ ശേഖരിക്കുക. 10,000 താറാവുകളിൽ നിന്നും ഒരു സീസണിൽ 2 ലക്ഷത്തോളം മുട്ടകൾ കർഷകർക്ക് ലഭിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും സംസ്ഥാനത്തേക്ക് താറാവിൻ കൂട്ടങ്ങൾ എത്തുന്നുണ്ടെങ്കിലും വിപണിയിൽ ഇന്നും എന്നും പ്രിയമേറിയത് കുട്ടനാടൻ താറാവുകൾ തന്നെ. കുട്ടനാടൻ താറാവുകളുടെ ഇറച്ചിയിലും മുട്ടയിലുമുള്ള പോഷക ഗുണവും രുചിയുമാണ് ഈ വിപണന മൂല്യത്തിന് പിന്നിൽ. കുട്ടനാട്ടിലെ താറാവ് എന്ന് പറയുന്നത് മെയിൻ ചാര ചെമ്പല്ലി എന്ന് പറയുന്ന 2 വിഭാഗത്തിൽപ്പെട്ട താറാവാണ് കുട്ടനാട്ടിലുള്ളത്. ഇത് അതിൻ്റെ ജനുസുകൾ പണ്ട് തൊട്ടേ കുട്ടനാട്ടിലെ കർഷകർ വളർത്തുന്ന ഒരു ജനുസാണ്. തമിഴ്നാട്ടിലെ ആന്ധ്രയിലെയും ഒക്കെ താറാവ് കർഷകർ കൂടുതൽ കൊണ്ടു നടക്കുന്ന ആറണി, ഇന്ത്യൻ റണ്ണർ എന്ന് പറഞ്ഞ പേരുള്ള ആറണി എന്ന് പറയുന്ന ഒരു താറാവിനെയാണ് വിഭാഗത്തിനാണ് കൊണ്ടു നടക്കുന്നത്. അതും നമ്മുടെ കുട്ടനാട്ടിലെ താറാവുമായി നല്ല വ്യത്യാസമാണ് പല കാര്യത്തിലുള്ളത്. അതിൻ്റെ മുട്ടയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന മുട്ടയിൽ തന്നെ ടേസ്റ്റ് വ്യത്യാസമുണ്ട്, ഇറച്ചിക്ക് തന്നെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ട്. ഈ 2 താറാവ് തമ്മിൽ പിന്നെ വലുപ്പത്തിലും വ്യത്യാസമുണ്ട്. നമ്മുടെ കുട്ടനാടൻ താറാവ് നല്ല തീറ്റിക്രമവും ഒക്കെ ഉണ്ടെങ്കിൽ കുട്ടനാടൻ താറാവ് ഒരു 1.25 കിലോ ഇറച്ചി കിട്ടുമെങ്കിൽ, ഏറ്റവും നല്ല താറാവ് 1.25 കിലോ ഇറച്ചി കിട്ടുമെങ്കിൽ ഈ ആറണി താറാവ് എന്ന് പറയുന്ന തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഒക്കെ വരുന്ന ആറണി താറാവിന് കിട്ടുന്നത് 800 ഗ്രാം ഇറച്ചിയെ പരമാവധി വന്നാൽ കിട്ടും. കുട്ടനാടൻ താറാവിൻ്റെ മുട്ടയാണെങ്കിൽ ഒരു 80 ഗ്രാം 75 ഗ്രാം ഉണ്ടെങ്കിൽ ഇതൊരു 65 ഗ്രാം. തമിഴ്നാട്ടിലെ ആറണി താറാവിൻ്റെ മുട്ടയ്ക്ക് ഒരു 65 ഗ്രാം 70 ഗ്രാമിന് താഴെ കാണത്തുള്ളൂ. മാത്രമല്ല ടേസ്റ്റിലും വ്യത്യാസമുണ്ട്. ഇടത്തട്ടുകാരെ കഴിവതും ആശ്രയിക്കാതെ നേരിട്ടുള്ള വിൽപ്പനയാണ് ജോജോയെ പോലെയുള്ള താറാവ് കർഷകർ ചെയ്യുന്നത്. എന്നാൽ ഒരു സീസണിലെ മുട്ട വിൽപ്പനയും അടുത്ത സീസണിലേക്ക് വിരിയിക്കാനുള്ള മുട്ടയെടുപ്പും കഴിഞ്ഞാൽ 10,000 കണക്കിന് വരുന്ന താറാവിൻ പറ്റത്തെ കൂട്ടത്തോടെ ഇടത്തട്ടുകാർ വഴി വിൽക്കുന്ന രീതിയും ജോജോ അവലംബിക്കുന്നു. ഈ രീതിയിലൂടെ നിശ്ചിത കാലയളവ് കൊണ്ട് വൻ വരുമാനം തരമാക്കാനാകുമെന്ന് ജോജോയുടെ അനുഭവസാക്ഷ്യം. മുട്ടത്താറാവിനെ നമ്മൾ കയ്യിലിട്ട് മുട്ടയിടാനിടുമ്പോൾ മുട്ട നമ്മൾ എടുത്തിട്ട് അത് ഞങ്ങൾ തന്നെ, ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ തന്നെ കൊണ്ട് നേരിട്ട് കടകളിൽ എത്തിക്കുന്ന രീതിയാണ് ചെയ്യുന്നത്.
സാധാരണ മറ്റുള്ളവർ ഭൂരിപക്ഷം താറാവ് കർഷകരും ചെയ്യുന്ന കച്ചവടക്കാർ, ഇടനിലക്കാരായ കച്ചവടക്കാരുണ്ട്. അവർ താറാവിൻ്റെ കൂടിൻ്റെ അടുത്ത് ചെന്ന് മുട്ട കളക്ട് ചെയ്ത് ബൈക്കിലോ വണ്ടിയിലോ ചെന്ന് കളക്ട് ചെയ്ത് എടുത്ത് കടകളിൽ കൊണ്ട് കൊടുക്കുന്ന സംവിധാനമാണ്. ഒരു കൂട്ടം താറാവിനെ 10,000 താറാവിനെ വളർത്തിയാൽ, അല്ല 5,000 താറാവിനെ താറാവ് കർഷകർ വളർത്തിയാൽ അതിനെ 70-75 ദിവസം പ്രായമാകുമ്പോൾ ഇറച്ചിക്ക് വിൽക്കുന്നവർക്ക് ഞങ്ങൾ കൊടുക്കും. ചിലപ്പോൾ അതിനകത്തുനിന്ന് പൂവനെ തിരിഞ്ഞ് മാത്രം ഇറച്ചിക്ക് കൊടുക്കും, പിടത്താറാവിനെ മുട്ടയ്ക്ക് കയ്യിലിടും. അതല്ല, അങ്ങനെ പറ്റുന്നില്ല, മുട്ടത്താറാവിനെ കയ്യിൽ ഇടുന്നില്ലെങ്കിൽ പൂവനെയും പിടയും കൂടെ ഇറച്ചിക്ക് ഞങ്ങൾ വിൽക്കും. അതിൻ്റെ വിൽപ്പന ഇത് കണക്ക് തന്നെ ഇടനിലക്കാരായ കച്ചവടക്കാരുണ്ട്, അവർക്ക് ഞങ്ങൾ ഒന്നിച്ച് കൊടുക്കും. അവർ ഈ എറണാകുളത്തും ആലപ്പുഴയിലും കുട്ടനാടിലും വിവിധ പ്രദേശങ്ങളിലുള്ള ചെറിയ കച്ചവടക്കാർക്ക് അവർ 100, 50, 200 ഒക്കെ ആയിട്ട് എത്തിച്ചു കൊടുക്കുകയാണ്. കുട്ടനാടിന്റെ മികച്ച ജൈവ സമ്പത്തുകളിൽ ഒന്ന് തന്നെയാണ് താറാവുകൾ. താറാവ് കൃഷി മേഖലയിൽ ജോജോ എന്ന കുട്ടനാടൻ യുവ കർഷകൻ കൈവരിച്ച ജീവിത വിജയം ഇവിടെ വളരെ പ്രസക്തവുമാണ്. താറാവ് കൃഷിയിൽ ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് പല വിധത്തിലാണ്. ഇപ്പോൾ ഒരു താറാവ് കുഞ്ഞ് ഇറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 10,000 താറാവ് കുഞ്ഞോളമാണ് ഞങ്ങളൊരു കൂട്ടത്തിൽ വളർത്തുന്നത്. ഇത് വളർത്താനായിട്ട് 3 ജോലിക്കാരും ഞാനും എൻ്റെ അപ്പനും കൂടെ ചേർന്നാണ് ഇത് വളർത്തുന്നത്. വളർത്തി 30 ദിവസമായി കഴിയുമ്പോൾ ഞങ്ങൾ കൊയ്ത്ത് പാടത്ത് വിട്ട് തീറ്റി 90 ദിവസം പ്രായമാകുമ്പോഴത്തേക്ക് ഞങ്ങൾ അതിനെ വിൽക്കും. ഒരു താറാവിന് ഈ 90 ദിവസം പ്രായമാകുമ്പോൾ ഞങ്ങൾക്ക് ചിലവ് വരുന്നത് 125 രൂപ 130 രൂപ ചിലവാണ് ഈ പാടത്ത് തീറ്റിയാലുണ്ടാകുന്നത്. തിരിച്ച് കൈത്തീറ്റി കൊടുത്താൽ അത് 200 രൂപ വരെ ഒരു താറാവിന് ചിലവ് വരും. പാടത്ത് വിടുമ്പോൾ 130 രൂപയ്ക്ക് സീസൺ സമയത്ത് 130 രൂപ ഞങ്ങൾക്ക് ചിലവായാൽ ആ താറാവിനെ 150 രൂപയ്ക്കും 160 രൂപയ്ക്കും ഞങ്ങൾ കൊടുത്താൽ 10-30 രൂപ ഒരു താറാവിൽ ഞങ്ങൾക്ക് ലാഭം കിട്ടും. ഒരു 1000 താറാവിനെ മുട്ടക്കിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വർഷം ഒരു 1 ലക്ഷം രൂപയ്ക്കും 1.5 ലക്ഷം രൂപയ്ക്കും ഇടയ്ക്ക് വരുമാനം കിട്ടും. 10,000 താറാവ് കുഞ്ഞിനെ വളർത്തി ഇറച്ചിക്ക് വിൽക്കുകയാണെങ്കിൽ നമുക്കൊരു 1.5 ലക്ഷം 2 ലക്ഷം ആവറേജ് സർവ്വ ചെലവും കഴിഞ്ഞ് ആവറേജ് കിട്ടും. കാർഷിക രംഗത്തോടുള്ള ആത്മാർത്ഥതയും അല്പം അധ്വാനവും കൈമുതലായി ഉണ്ടെങ്കിൽ ആർക്കും ഈ രംഗത്തെ കൈക്കുള്ളിലാക്കാമെന്ന് കാട്ടിത്തരികയാണ് ഈ കുട്ടനാടൻ യുവ കർഷകൻ. കാർഷിക മേഖല കണ്ണീരണിയുന്ന നമ്മുടെ നാട്ടിലെ കൊയ്തൊഴിഞ്ഞ പാടങ്ങളിലും ജലപ്പരപ്പുകളിലും യഥേഷ്ടം നീന്തിത്തുടിക്കുന്ന താറാവുകൾ ജീവിത പുരോഗതിക്കായി നേട്ടത്തിന്റെ പൊന്മുട്ടകൾ തന്നെ സമ്മാനിക്കുമെന്ന തിരിച്ചറിവിൽ ഈ കുട്ടനാടൻ പാടവരമ്പുകളിലേക്ക് നടന്നുവരുന്ന ഒരു കാർഷിക സംസ്കാരത്തെ നമുക്ക് കാത്തിരിക്കാം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജലവിഭവ വകുപ്പിന്റെ സൗജന്യ ബോധവൽക്കരണ ഉപാധികൾ ലഭിക്കും. വിവിധ വിഷയങ്ങളിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ പരിശീലനം. കുളമ്പ് രോഗത്തിനെതിരെ ജാഗ്രത. കാർഷിക വാർത്തകൾ വിശദമായി. ജലസംരക്ഷണ വർഷത്തിന്റെ ഭാഗമായി ജലവിഭവ വകുപ്പ് വിവിധ ബോധവൽക്കരണ ഉപാധികൾ തയ്യാറാക്കി സൗജന്യമായി വിതരണം ചെയ്യുന്നു. മഴവെള്ള സംഭരണം, ജലസംരക്ഷണം, ഭൂതല പരിപോഷണം എന്നീ വിഷയങ്ങളിൽ തയ്യാറാക്കിയ പോസ്റ്ററുകൾ, ലഘുലേഖകൾ, സിഡികൾ എന്നിവ ആവശ്യമുള്ളവർ ഇനി പറയുന്ന വിലാസത്തിൽ അപേക്ഷിക്കണം. ഡയറക്ടർ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് കപ്പാസിറ്റി ഡെവലപ്മെന്റ് യൂണിറ്റ്, PTC ടവർ, SS കോവിൽ റോഡ്, തമ്പാനൂർ, തിരുവനന്തപുരം. ഇമെയിൽ ccdukerala@gmail.com. ഫോൺ നമ്പർ 047123204848.
ആലപ്പുഴ ജില്ലയിലെ തൈക്കാട്ടുശ്ശേരിയിൽ ഇഞ്ചി കൃഷിക്കായി പ്രത്യേക പദ്ധതി തയ്യാറായി. 90 വീട്ടമ്മമാർക്ക് 8 കിലോ ഇഞ്ചി വിത്തും 20 കിലോ ജൈവ വളവും ഈ പദ്ധതി പ്രകാരം ലഭിക്കും. കുറഞ്ഞത് 5 സെന്റ് കൃഷിഭൂമിയുള്ള വനിതകൾക്ക് പദ്ധതിയിൽ ചേരാം. കൂടുതൽ വിവരങ്ങൾക്ക് തൈക്കാട്ടുശ്ശേരി ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെടുക. എറണാകുളം ജില്ലയിലെ വരാപ്പുഴയിൽ പൊക്കാളി കൃഷിക്ക് കൃഷിവകുപ്പ് സഹായം നൽകുന്നു. പൊക്കാളി നിലത്ത് കൃഷി ചെയ്യാനുള്ള നെൽവിത്തായ വൈറ്റില 6 എന്ന വിത്താണ് 100% സബ്സിഡിയോടെ പൂർണ്ണമായും സൗജന്യമായി നൽകുന്നത്. 200 കർഷകർക്കാണ് ആദ്യഘട്ടത്തിൽ സഹായം ലഭിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വരാപ്പുഴ കൃഷി ഓഫീസുമായി ബന്ധപ്പെടുക. കണ്ണൂർ ജില്ലയിലെ മുണ്ടയാട് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 17-നും 18-നും ഓമന പക്ഷികളുടെ പരിപാലനത്തിലും 20-നും 21-നും എരുമ വളർത്തലിലും 23-ന് കാട വളർത്തലിലും പരിശീലനം സംഘടിപ്പിക്കുന്നു. താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 049727634473. കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 17, 18, 19 തീയതികളിൽ പശു വളർത്തലിൽ പരിശീലനം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 048292342323. പത്തനംതിട്ട ജില്ലയിലെ പ്രമാടം ഗ്രാമപഞ്ചായത്തിൽ തെങ്ങ് കൃഷിക്ക് സഹായം നൽകുന്നു. 3000 കർഷകർക്കാണ് പദ്ധതി വഴി സഹായം ലഭിക്കുക. 5 തെങ്ങിൻ തൈകൾ വീതവും വളം സബ്സിഡിയായ 100 രൂപ ബാങ്ക് വഴിയും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് പ്രമാടം ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെടണം. വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും രോഗാണു കലർന്ന ആഹാര വസ്തുക്കളിലൂടെയും അതിവേഗം പടരുന്ന വൈറസ് രോഗമാണ് കന്നുകാലികളിലെ കുളമ്പു രോഗം. 6 മാസം ഇടവിട്ടുള്ള പ്രതിരോധ കുത്തിവയ്പ് മാത്രമാണ് ഈ രോഗത്തിനുള്ള ഏക പ്രതിവിധി. സംസ്ഥാനത്തും അയൽ സംസ്ഥാനങ്ങളിലും രോഗം വ്യാപകമായതിനാൽ കന്നുകാലികളുടെ വരവ് പോക്ക്, വിനിമയം, പ്രദർശനം, മേള എന്നിവ കർശനമായും ഒഴിവാക്കണം. രോഗം സംശയിച്ചാൽ ഉടൻ തന്നെ മൃഗാശുപത്രിയിൽ അറിയിച്ച് അടിയന്തര ചികിത്സ ഉറപ്പാക്കുക. തൊഴുത്തും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. വൃത്തിയാക്കാനായി 4% വീര്യമുള്ള അലക്ക് കാരലായനി ഫലപ്രദമായി ഉപയോഗിക്കാം. കറവയ്ക്ക് മുൻപും ശേഷവും വൃത്തിയായ മാർഗങ്ങൾ അവലംബിക്കണം. കർഷകർക്ക് ലഭ്യമായ സാമ്പത്തിക സഹായം ഉറപ്പാക്കാൻ കർഷക രജിസ്ട്രേഷൻ പദ്ധതിയിൽ 2014 ജനുവരി 31 മുൻപ് ചേരണം. ഔഷധ സസ്യ പ്രദർശനവും ദേശീയ വിപണന മേളയും തൃശൂർ ജില്ലയിലെ തേക്കിൻകാട് മൈതാനത്ത് ഇന്നു മുതൽ ആരംഭിക്കുന്നു. ഈ മാസം 16 വരെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ എക്സ്പോയോടനുബന്ധിച്ച് സെമിനാറുകൾ, ചർച്ചാ ക്ലാസുകൾ, ദേശീയ ഔഷധ സസ്യ കർഷക സംഗമം തുടങ്ങിയ പരിപാടികൾ ഉണ്ടായിരിക്കും. ഇനി കമ്പോള നിലവാരം. റബ്ബർ RSS 4 ക്വിൻ്റലിന് 15,150 രൂപ. റബ്ബർ RSS 5 ക്വിൻ്റലിന് 14,300 രൂപ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 10,500 രൂപ. കൊപ്ര ക്വിൻ്റലിന് 7,400 രൂപ. കുരുമുളക് ക്വിൻ്റലിന് 53,000 രൂപ. നാളികേരം തൊണ്ടോട് കൂടിയത് 1000-ന് 7,300 രൂപ. നാളികേരം തൊണ്ടില്ലാതെ 1000-ന് 6,900 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വിപണി കൊച്ചിയിൽ. ഗാർബിൾഡ് കുരുമുളക് ക്വിൻ്റലിന് 53,000 രൂപ. അൺഗാർബിൾഡ് കുരുമുളക് ക്വിൻ്റലിന് 51,000 രൂപ. കുരുമുളക് വിപണി കൽപ്പറ്റയിൽ. ചേട്ടൻ കുരുമുളക് ക്വിൻ്റലിന് 50,500 രൂപ. വയനാടൻ കുരുമുളക് ക്വിൻ്റലിന് 51,000 രൂപ. കൊപ്ര വിപണി. കോഴിക്കോട് ക്വിൻ്റലിന് 7,200 രൂപ. തളിപ്പറമ്പ് 6,500 രൂപ. കാസർഗോഡ് 7,000 രൂപ. വെളിച്ചെണ്ണ. കണ്ണൂർ ക്വിൻ്റലിന് 11,333 രൂപ. കോട്ടയം 11,000 രൂപ. ആലപ്പുഴ 10,200 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 32.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 20.4 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 32.2, 21.4. കൊച്ചി 32.2, 22.4. ആലപ്പുഴ 31.4, 24. പുനലൂർ 33, 20. തിരുവനന്തപുരം 33.2, 23.4 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.